നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് പ്രായത്തിൻ്റേതായ ഓർമ്മക്കുറവുണ്ടോ? രഹസ്യരേഖകൾ കൈകാര്യം ചെയ്യുന്നതിൽ പിഴവ് പറ്റി എന്ന് നേരത്തെ ആരോപണമുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വാർത്താസമ്മേളനവും നടത്തി. പക്ഷേ വാർത്താസമ്മേളനത്തിലും അബദ്ധം പിണഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് കാലാവധി കഴിഞ്ഞിട്ടും രഹസ്യരേഖകൾ കൈവശം വെച്ചതിൽ ബൈഡന് തെറ്റുപറ്റിയെന്ന് നീതിന്യായ വകുപ്പ് സ്പെഷ്യൽ കൗൺസിൽ റോബർട്ട് ഹറിൻ്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഓർമ്മക്കുറവുള്ള പ്രായം കൂടിയ മനുഷ്യനായതിനാൽ ബൈഡനെതിരെ കുറ്റം ചുമത്തേണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇത് പ്രതിരോധിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് മെക്സിക്കൻ, ഈജിപ്ഷ്യൻ പ്രസിഡന്റുമാരുടെ പേരുകൾ മാറിപ്പറഞ്ഞ് ബൈഡൻ വെട്ടിലായത്. ചെയ്യുന്നത് എന്താണെന്ന് തനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്ന് പറഞ്ഞ ബൈഡൻ ഓർമ്മക്കുറവില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു. തൻ്റെ ഓർമ്മകൾക്ക് യാതൊരു പ്രശ്നവുമില്ല. പ്രസിഡന്റ് ആയതു മുതൽ താൻ എന്തെല്ലാം ചെയ്തുവെന്ന് നോക്കൂ എന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി ബൈഡൻ പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് ബൈഡൻ ഈജിപ്ഷ്യൻ പ്രസിഡന്റിനെ മെക്സിക്കൻ പ്രസിഡന്റാക്കിയത്. ഗസയിലേക്ക് മാനുഷിക സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനെക്കുറിച്ചായിരുന്നു ചോദ്യം. ഇതിന് മറുപടി നൽകുന്നതിനിടെയാണ് ഈജിപ്തിൻ്റെ പ്രസിഡന്റ് അബ്ദൽ ഫത്താ അൽ സിസിയെ മെക്സിക്കൻ പ്രസിഡന്റ് എന്ന് വിളിച്ചത്. നിങ്ങൾക്ക് അറിയുന്നതുപോലെ ഗസയിലേക്ക് സഹായം എത്തിക്കാൻ അതിർത്തി തുറക്കാൻ മെക്സിക്കൻ പ്രസിഡന്റ് അൽ സിസി തയ്യാറായിരുന്നില്ല. എന്നാൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ച് ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിർത്തി തുറക്കാൻ അദ്ദേഹം തയ്യാറായത് എന്നായിരുന്നു ബൈഡൻ്റെ വാക്കുകൾ. പ്രായമേറുമ്പോൾ ഓർമ്മക്കുറവ് സ്വാഭാവികം. പക്ഷേ പ്രായമായ പലരും അത് സമ്മതിച്ച് തരില്ല. ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ രണ്ടാം ബാല്യത്തിലേക്ക് എത്തുമെന്ന് നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്. അതായത് കുട്ടികളുടെ സ്വഭാവം. കുട്ടികൾക്ക് ഒരു പ്രത്യേക വാശിയുണ്ട്. അവർ പറയുന്നത് നടക്കണം, അല്ലെങ്കിൽ അവർ പറയുന്നതാണ് ശരി എന്ന ഒരു ബോധ്യം അവർക്കുണ്ട്. പക്ഷേ അത് സത്യമായ ബോധ്യമായിരിക്കണം എന്നില്ല, യാഥാർത്ഥ്യമായ ബോധ്യമായിരിക്കണം എന്നില്ല. അതേ രീതി തന്നെയാണ് ജോ ബൈഡനും ഇപ്പോൾ അവലംബിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വന്നുപെട്ടിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. ഒരു സദസ്സിൽ ആൾ മാറിപ്പോവുക, പേര് മാറിപ്പോവുക ഒക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഓർമ്മക്കുറവില്ല, താൻ ഓർമ്മയോടുകൂടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലും ഈ പേരുകൾ മാറിപ്പോയത് ഏറെ കൗതുകകരം തന്നെ.